എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ കാരാളിമുക്കിലാണ്. വളരെ വ്യത്യസ്തമായ ഒരു സമരം കണ്ടിട്ടാണ് ഇവിടെ എത്തിയത്. നജീം കളങ്ങര ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്, പൊതുപ്രവർത്തകനാണ്. ഈ നാടിന് വേണ്ടിയിട്ട് നിരവധി കാര്യങ്ങൾക്ക് സമരം ചെയ്തു. വ്യത്യസ്തമായ സമരങ്ങളിലൂടെ നമ്മളുടെ മുന്നിലേക്ക് എത്തി. അധികാരികളുടെ മുന്നിൽ ആ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് വേണ്ടി എത്ര കഷ്ടപ്പെടാനും മടിയില്ലാത്ത ഒരു മനുഷ്യനാണ് തേവലക്കര സ്വദേശിയായ നജീമിന്റെ വ്യത്യസ്തമായ ഒരു സമരം കണ്ടുകൊണ്ടാണ് ഞാനിവിടെ നിന്നത്. ഇതാ ആ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് പോവാം. നമസ്കാരം. എന്താ നജീമ ഇങ്ങനെ ഒരു വേഷം കിട്ടി ഇങ്ങനെ ഇറങ്ങാൻ കാര്യം എന്തുവാ? ഇതെന്താ സംഭവം? കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതെന്ത് വണ്ടിയത്? ഇത് വീൽ ചെയറാണ്. ഒരു വീൽ ചെയറിനകത്ത് ചട്ടിയും വട്ടിയും കുട്ടയും എല്ലാ സംവിധാനവും ഉണ്ട്, വെള്ളമുണ്ട്, കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. എന്താ നജീമ ഇങ്ങനെ ഒരു സമരം? ഇതെന്താ ഈ സംഭവം? ഇത് തെരുവുനായ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 1-ാം തീയതി ഇറങ്ങിയ യാത്രയാണ്. ഇന്ന് 46 ദിവസമായി. ഇതിന് പ്രത്യേകിച്ചൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ സാധനം ഇതിരിക്കുന്നത് ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ തന്നെയാണ് ഇത് ചെല്ലേണ്ടത്. ഇത് എനിക്ക് എൻ്റെ വീട്ടിലാരും പട്ടി അടിച്ചിട്ടൊന്നുമില്ല. ഞാനിത് സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് മാത്രം ഓരോരുത്തരെ ജീവൻ രക്ഷിക്കുക അവരൊറ്റ ഉദ്ദേശത്തിലാണ് ഈ യാത്ര നടത്തുന്നത്. തെരുവുനായ വിഷയം എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട അധികാരികൾ കുത്തിയിരുന്ന് ഉറങ്ങുകയാണ്. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിൽ പോകണം, ബൈക്ക് യാത്രക്കാർ സ്വതന്ത്രമായിട്ട് നടക്കണം. കന്നുകാലികൾ ജസ്റ്റ് നമുക്കൊരു കോഴിമുട മുട്ട പോലും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. എന്തിനാ ജസ്റ്റ് നമ്മളൊരു ചെരുപ്പ് മേടിച്ചിട്ടാ ആ ചെരുപ്പ് വരെ തെരുവുനായ്ക്കൾ കൊണ്ടുപോകാൻ. തെരുവുനായ്ക്കളെ ഇഷ്ടപ്പെടാന്നിട്ടൊന്നും അല്ല. ഇതിപ്പോ നജീം പറയുന്നത് തെരുവുനായ്ക്കളെ കൊല്ലണമെന്നാണോ? ഇതിനെ കറക്റ്റായിട്ട് ഉടായ്പ കാണിക്കാതെ നല്ല രീതിയിൽ വന്ധീകരിച്ചിട്ട്, അതായത് ഉടായ്പ കാണിക്കരുത്, നല്ല രീതിയിൽ വന്ധീകരിച്ചിട്ട് അതായത് പഞ്ചായത്ത് സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് ഇതിനെ പിടിച്ച് അവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന്റെ ശല്യത്തിൽ നിന്ന് നമ്മളെ മുക്തിയാണ്. ഇനി അല്ലാതെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു പണിയും നടക്കുന്നില്ല. ഇപ്പം നടക്കുന്ന വന്ധീകരണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വന്ധീകരിക്കും. ചെവിയിലൊരു വെട്ടുവെട്ടിയാ വന്ധീകരണമാവോ? അതാ ഇങ്ങനെ ഡൗട്ട്. ഈ ചെവി കിടക്കില്ല പട്ടികളാണിപ്പോൾ 10-12 കുഞ്ഞുങ്ങളായി പെറ്റി കിടക്കുന്നുണ്ട്. ഇതൊക്കെ ജനങ്ങളെ മണ്ണ് വാരികളാണ്. ഞാൻ പച്ചയ്ക്കാണ് ഒരു മിനിറ്റ് കൂട്ടും. ഞാൻ തമാശക്കല്ല എഴുതി വെച്ചേക്കുന്നത്. വേണ്ടേ, ഇത് പച്ചയ്ക്കാണ് എഴുതി വെച്ചേക്കുന്നത്. ജനങ്ങളെ മണ്ണ് വാരിയുടെ നടുവാനൊക്കെയാണ് പട്ടികളെ കുത്തിവാന. ഇത് ബന്ധപ്പെട്ട അധികാരികൾ ഇത് തന്നെയാണിത്. അല്ലാതെ അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിക്കുകയാണ്. വന്ധീകരണത്തിന്റെ മേളിൽ കോടികൾ രൂപ വാക്സിന്റെ പേരിൽ വെട്ടിപ്പോടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാലമാണ്. നജീമിന് പേടിയില്ല ഇങ്ങനെ വാക്സിൻ? വലിയൊരു മാഫിയാണ്. തീർച്ചയായിട്ടും വലിയൊരു മാഫിയ തന്നെയാണ്. ആ മാഫിയക്കെതിരെ തന്നെയാണ് ഈ സംസാരിക്കുന്ന യാത്ര ചെയ്യുന്നത്. കാരണം മനുഷ്യ ജീവന് വില കൊടുക്കുക. പട്ടി വേണ്ടെന്നല്ല, മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കണം. അതായത് ഈ തെരുവുനായ്ക്കളെ സംരക്ഷിക്കണം, വന്ധീകരിക്കണം, കൊല്ലാനും പാടില്ല. അതിനെ സ്ഥലത്ത് കണ്ടെത്തി പാർപ്പിക്കുക. ഇപ്പൊ ഇവിടെ ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടുന്ന് വന്ധീകരണം ചെയ്ത് ഇവിടുന്ന് അടയാളം ചെയ്ത് കൊടുക്കും. ഇവിടെ അവരെന്ത് ടേപ്പ് പോലെ വെച്ച് ഒട്ടിക്കുക. അന്ന് പറഞ്ഞു തന്നെ ഓടിപ്പോയ കുഞ്ഞുങ്ങളെ പോയി ഇങ്ങനെ കടിക്കും. കുറെ കൂടെ പോയി. ഇത് കഴി നിർത്താൻ എന്താ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല, ഒരു പുണ്ണാക്കട്ടയും ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്യുന്നത് മരുന്ന് കമ്പനിക്കാരുടെ കൂട്ടിയിരിക്കുകയാണ്. അത് കോടതിയായാലും മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും ഈ പഞ്ചായത്തായാലും ആരായാലും. ഈ വന്ധീകരണത്തിന്റെ ഒരു തട്ടിപ്പ് നജീബ് പറഞ്ഞല്ലോ. 10 പട്ടികളെ പിടികൂടി ഒരിടത്ത് കൊണ്ടുവരിക, ഒരു ഷോ കാണിക്കുക, ഇതേ പട്ടികളെ തന്നെ പിടികൂടി അടുത്തടുത്ത് കൊണ്ടുപോവുക, അവിടെ ഇറക്കി വിടുക, അവിടുന്ന് പിടിക്കുക. തീർച്ചയായിട്ടും ഇതെങ്ങനെ തെളിയിക്കാൻ പറ്റും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്? എന്ത് തെളിവാണുള്ളത്? രാത്രി കാലങ്ങളിൽ പലയിടത്തും പട്ടികളെ ഇറക്കി വിടുന്നു. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോൾ എൻ്റെ വീട്ടിനടുത്ത് 10 പട്ടിയെ പിടിക്കും കൊണ്ട് വന്ധീകരണം ചെയ്തിട്ട് ഈ പട്ടിയെ രാവിലെ ഈ ഇക്കാടെ വീടിന് മുമ്പിൽ കൊണ്ടുവരും. പുതിയ പട്ടികളാണ് വരുന്നത്. ഇതിന്റെ തെളിവ് ഉൾപ്പെടെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് പല പഞ്ചായത്തുകളിലും. അപ്പൊ ശരിക്കും ഇത് കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കും. അവസാനിപ്പിച്ചിട്ട്
ഇതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുമെന്ന് നജീമിന് തോന്നുന്നുണ്ടോ? എനിക്ക് ഉറപ്പുണ്ട്. ഇതിലും വലിയ PSC ടെസ്റ്റ് എഴുതി പാസ്സായി റാങ്ക് ലിസ്റ്റിൽ വന്ന് ഫിസിക്കലും മെഡിക്കലും കഴിഞ്ഞ് പല വിഭാഗത്തിലുള്ള ആളുകളും ജോലി കിട്ടാതെ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ ദിവസങ്ങളായി ശയനപ്രശ്നം നടത്തി കിടപ്പുണ്ട്. ഞാൻ പോയി അവിടെ പോയി കടന്നവനാ, പല പ്രാവശ്യം പോയി അവിടെ പോയി കടന്നവനാ. പക്ഷെ ഇത് രണ്ടാം ഘട്ടമാണ്. ഇനി ഞാൻ ഇറങ്ങും. ഇനി ഇറങ്ങുന്ന പറഞ്ഞാൽ ഇതിന് തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ വീട്ടിന് മുമ്പിൽ കൊണ്ടുവന്ന് പട്ടികളെ കെട്ടിയിടും. അല്ലെങ്കിൽ പഞ്ചായത്ത് പഠിക്കലായാലും ബന്ധപ്പെട്ട അധികാരിയുടെ മുമ്പിലായാലും. ഈ അധികാരികൾ എന്ന് പറയുമ്പോഴേ അവർ AC കാറിനകത്തിരുന്ന് ഫുള്ള് ഡോറും ക്ലോസ് ചെയ്ത് ടാറ്റ കാണിച്ചു പോകല്ലേ. വേറെ കാര്യമുണ്ട്, ഇവരുടെയൊക്കെ വീട്ടുകളെ കൊണ്ടുവന്ന് പട്ടിയെ കെട്ടിയിടുമ്പോൾ പഠിക്കുമല്ലോ. ഇവിടുന്ന് വണ്ടിക്കകത്ത് വണ്ടിക്കൂലി ഇല്ലാതെ നാട്ടുകാർ പിരിവെടുത്ത് എനിക്ക് തരുമായിരിക്കും. ഇതിനെ വണ്ടിക്കകത്ത് കയറ്റി അങ്ങ് വിടും, അതേ ഉള്ളൂ. അവരെ വീട്ടിന് മുമ്പിൽ കൊണ്ട്. നജീം പറയുന്നത് ഈ പട്ടിയെല്ലാം കൊണ്ട് സെക്രട്ടേറിയറ്റ് കെട്ടണമെന്നോ? ഒന്നീ സെക്രട്ടേറിയറ്റില്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, ഇവരൊക്കെ ഒരു കാര്യം ചെയ്ത് തെരുവോരങ്ങളിൽ ആഹാരം കൊടുക്കുന്നുണ്ടല്ലോ, അവരെ ഒരു 10-25 എണ്ണം എന്തുകൊണ്ട് കൊടുക്കുന്നില്ല, കൊടുത്തേപ്പിച്ച് അവരെ വിടുന്നില്ല. ഈ തെരുവ് നായ്ക്കൾക്ക് ഫുഡ് കൊടുത്ത് സംരക്ഷിക്കുന്ന നൂറുകണക്കിന് ആളുകൾ നമ്മുടെ തെക്ക് മുതൽ വടക്കം കേരളത്തിൽ വരെ ഉണ്ട്. അവര് പറയുന്നത് ഈ പട്ടിയെ കൊല്ലാൻ പാടില്ല, നജീമും കൊല്ലരുതെന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ? പക്ഷെ അതിലൊരു ദ്രോഹം എന്ന് പറഞ്ഞാല് അതിൽ ഞാൻ അംഗീകരിക്കുന്നില്ല. ഇവർ തെരുവോരങ്ങളിൽ ആഹാരം കൊടുക്കും. തെരുവോരങ്ങളിൽ അപ്പം ഞാൻ കൊണ്ടുവന്ന് ഇച്ചിരി ആഹാരം കൊടുത്തിട്ട് ഞാനും എൻ്റെ വീട്ടിൽ പോകും. ഈ പട്ടികൾ എന്തൊക്കെയാലും റോഡാ ഏതെങ്കിലും വണ്ടികൾ വന്ന് കയറി ഇറങ്ങി ചമ്മന്തിയാവും. എത്ര എണ്ണം അങ്ങനെ പട്ടികൾ ചാവുന്നു. അത് അവർ കൊല്ലാൻ നോക്കുകയാണ്. ഞാൻ പറയുന്നത് കൊല്ലാനല്ല, തെരുവിൽ നിന്ന് മാറ്റി ഇതിനെ ഒരു ഷട്ടർ എന്ന് പറഞ്ഞൊരു സംവിധാനം ഒപ്പിയില്ല. തെരുവിൽ നിന്ന് തീർച്ചയായിട്ടും ഈ സമരം വിജയകരമാവട്ടെ. എല്ലാവിധ ആശംസകളും. അന്നേരം ബന്ധപ്പെട്ട അധികാരികളെ, നിങ്ങൾ കണ്ണു തുറക്കായത് നിങ്ങളുടെ മുമ്പിലോട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ AC കാറിൽ നിന്നൊക്കെ ഇറങ്ങി നിന്ന് പുറത്തോട്ടിറങ്ങി നടക്കുക. പട്ടിയുടെ കടി കൊള്ളുമ്പം നിങ്ങൾ പഠിക്കും. ഇത് തെരുവുനായ രണ്ടാം ഘട്ടമാണ്. ഇനിയും ഞാൻ ഇറങ്ങും. ഇത് നിർത്തുന്നില്ല, മരണം വരെ ഇത് ഞാൻ ഒപ്പം പോരാടും. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിൽ പോകണം. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ജോലികൾ രാജിവെച്ചിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് സ്കൂളുകളിൽ പോകാൻ പോകും. അതിപ്പോൾ തയ്യാറുണ്ടെങ്കിൽ ഈ യാത്രയും ഈ സമരങ്ങളെല്ലാം ഞാൻ അവസാനിപ്പിക്കും. നജീം ചോദിക്കുന്ന ഒരു ചോദ്യം മനുഷ്യജീവന് വിലയില്ലേ എന്നുള്ളതാണ്. തെരുവിലെ പട്ടിക്കുള്ള വില പോലും ഇന്ന് മനുഷ്യനില്ല എന്നുള്ളതിന്റെ തെളിവാണ് തെരുവോരങ്ങളിൽ പട്ടികളുടെ എണ്ണം കൂടി വരുന്നത്. പെറ്റുപെരുകി വീണ്ടും വീണ്ടും കൂടുമ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലെ കുട്ടികൾ ഇത് എന്തുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടില്ല എന്ന് ചോദിച്ചാൽ, നമ്മുടെയൊക്കെ വീട്ടിലെ ഒരു കുഞ്ഞിന് ഒരു അപകടം പറ്റിയാൽ മാത്രമേ നമുക്ക് നോവുള്ളൂ. തൊട്ടടുത്ത വീട്ടിലെ ഒരു കുഞ്ഞിന് അപകടം പറ്റിയാൽ അവർക്കല്ലേ പറ്റിയത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള അപകടങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ജീവനെ പോലെയുള്ള മനുഷ്യസ്നേഹികൾ അദ്ദേഹം തെരുവുപട്ടികളെ കൊല്ലണമെന്ന് ആവശ്യപ്പെടുന്നില്ല, അതിനെ വന്ധ്യംകരിച്ച് അതിനെ ശരിയായ രീതിയിൽ സംരക്ഷിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും. തുടർന്നും ഈ സമരം സക്സസ് ആവട്ടെ. താങ്ക് യു.